പാലത്തായി കേസിൽ രാഷ്ട്രീയ പ്രതിരോധത്തിലായി CPM. മുൻമന്ത്രി KK ശൈലജയ്ക്കെതിരെ കോടതി വിധിയിലുണ്ടായ വിമർശനത്തിന് പിന്നാലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വർഗീയ പരാമർശം കൂടി വന്നതോടെ മറുപടി പറയാനാകാത്ത അവസ്ഥയിലാണ് CPM. പാലത്തായിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കാത്ത മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ നടപടിയെ കോടതി വിധിയിൽ വിമർശിച്ചിരുന്നു. നിക്ഷിപ്ത താൽപര്യക്കാരുടെ പ്രചരണമെന്നായിരുന്നു ഇതിനോടുള്ള CPM പ്രതികരണം. എന്നാൽ കോടതി വിധിക്ക് പിന്നാലെ ഒരു കൗൺസിലറെ സസ്പെൻഡ് ചെയ്തതോടെ പരോക്ഷമായി കോടതി വിമർശനത്തെ ശരിവെക്കുകയാണ് സർക്കാർ ചെയ്തത്. ഈ വിവാദം അടങ്ങുന്നതിനിടെയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗം ഹരീന്ദ്രന്റെ വർഗീയ പരാമർശം വരുന്നത്. പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുംബായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്. എത്ര ഉസ്താദുമാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു, ആ കേസിൽ എന്ത് സംഭവിച്ചുവെന്ന് ഇവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? UDF നേതാക്കളും മറ്റ് സംഘടനകളും പരാമർശത്തിനെതിരെ രംഗത്ത് വന്നു. അതേസമയം ഹരീന്ദ്രനെ പിന്തുണച്ച് സംഘപരിവാർ നേതാക്കൾ രംഗത്തെത്തി. ഇതോടെ വിശദീകരിക്കേണ്ട അവസ്ഥയിലായി CPM. SDPക്കെതിരെയുള്ള പ്രസംഗമെന്ന് വിശദീകരിക്കുമ്പോഴും പരാമർശങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതെ, അതിനെ സംബന്ധിച്ച് ഹരീന്ദ്രൻ വിശദീകരിക്കുമായിരിക്കും. ഹരീന്ദ്രനോട് നിങ്ങൾക്ക് സംസാരിക്കും. തന്റെ പ്രസംഗം വളച്ചൊടിച്ചെന്ന വിശദീകരണമാണ് ഹരീന്ദ്രൻ നൽകിയത്. RSS നേതാവ് ശിക്ഷിക്കപ്പെട്ട പോക്സോ കേസിൽ എന്തിനാണ് CPM നേതാവ് ന്യായീകരണവാദം ഉയർത്തിയെന്ന ചോദ്യം അപ്പോഴും ബാക്കിയാകുന്നു. കേസുണ്ടായ ഘട്ടത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണം CPMനെതിരെ ഉയർന്നിരുന്നു. പ്രതി ശിക്ഷിക്കപ്പെടുമ്പോഴും CPM പ്രതിരോധത്തിൽ തന്നെയാണ് എന്നതാണ് വസ്തുത. മീഡിയ 1 കണ്ണൂർ.